ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് 34 ഇഞ്ച് ചെസ്റ്റ് സൈസിൽ വരുന്ന ഒരു 3 ലെയർ ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണേ. വരക്കാൻ അറിയില്ലെങ്കിലും ഞാൻ ജസ്റ്റ് ഇതാ ഒരു മോഡലൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് 3 ലെയറുള്ള ഫ്രോക്കാണ്. അതിൻ്റെ ഫ്രണ്ടിൽ യോക്ക് പോർഷനിൽ ചെറിയൊരു എലാസ്റ്റിക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സ്ട്രാപ്പ് ഷോൾഡറാണ് വരുന്നത്. ബാക്കിൽ എലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പ് തന്നെ കിട്ടുവേ. ഈ കാണുന്ന ഒരു ജോർജറ്റിൻ്റെ സാരിയാണ് മെയിൻ ക്ലോത്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ യോക്ക് പോർഷനിലേക്ക് മാത്രമേ ഞാൻ ലൈനിങ് കൊടുക്കുന്നുള്ളൂ. ലൈനിങ് ക്രേപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വേഗം വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ ഫുൾ എലാസ്റ്റിക് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിന് വേണ്ടിയിട്ടൊരു പാറ്റേൺ റെഡിയാക്കാം. ഞാൻ എന്താ ഇവിടെ ഒരു ന്യൂസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് ബ്രൗൺ പേപ്പർ ഇല്ല, അതുകൊണ്ടാണ് ന്യൂസ് പേപ്പർ എടുത്തത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതായത് പേപ്പർ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെക്ക് യോക്ക് ലെങ്ത്ത് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 13.5 ഇഞ്ചാണ് യോക്ക് ലെങ്ത്ത് എടുക്കുന്നത്. 14 ഇഞ്ച് വരെയൊക്കെ എടുക്കാവുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മുകളിൽ മടക്കി തയ്ക്കാനും താഴെ സ്കേർട്ടിൻ്റെ ആ ഫ്രിൽസ് ജോയിൻ ചെയ്യാനും അങ്ങനെ അര ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ 13.5 പ്ലസ് 1 ഇഞ്ച് 14.5 ഇഞ്ചാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാദ്യം നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് നോർമലായിട്ട് എപ്പോഴും മാർക്ക് ചെയ്യുന്ന പോലെ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ആം ഹോൾ മാർക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം 1/2 ഇഞ്ച് ഷോൾഡർ ഡ്രോപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ മാർക്കിങ്ങിൽ നിന്ന് താഴത്തേക്ക് 6.5 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്ത് ഇതിങ്ങനെ ഒരു ബോക്സ് ഷേപ്പിൽ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ലൈനിലേക്ക് നമുക്ക് ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്തു. 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്തു. താഴെ നമുക്ക് വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 ഭാഗവും അതിൻ്റെ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് രണ്ടും ആദ്യം ഇതുപോലെ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രഞ്ച് കർവ് എടുത്തിട്ട് ആം ഹോളൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് വിഡ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നോർമലായിട്ട് ഞാൻ 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 6 ഇഞ്ച് നെക്ക് ലെങ്ത്തും കൊടുത്തു. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ സ്ട്രാപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തതിന് 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതായത് 4.5 ഇഞ്ചിലാണ് ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തതിൻ്റെ ഹാഫ് എടുത്തിട്ട് അവിടെ ഒരു പോയിൻ്റ് കൊടുത്തിട്ട് മാർക്ക് ചെയ്യാം. ജസ്റ്റ് ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അത് നമുക്ക് ഈ ഒരു നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് ആ ഒരു ലൈൻ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കാം. അപ്പോൾ വ്യക്തമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് ആ ഒരു ലൈനിലേക്ക് നമ്മളിപ്പം മാർക്ക് ചെയ്ത ആ പോയിന്റിലേക്ക് ഈ ആം ഹോള് ഇതുപോലെ ജസ്റ്റ് ഒരു കർവ് വരുന്ന ഷേപ്പിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ യോക്ക് പോർഷൻ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ടിൽ ജസ്റ്റ് ഒരു സ്വീറ്റ് ഹാർട്ട് പോലത്തെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് താഴ്ത്തിയിട്ടും കൂടി ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾ കാണുമ്പം തെറ്റായിട്ട് തോന്നാം. പക്ഷേ ഇതൊക്കെ ഒരു ബിഗിനേഴ്സ് നിലയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുക്കാം. മുകളിലേക്ക് സ്ട്രാപ്പ് വെച്ച് കൊടുക്കാനുള്ള ആ ഒരു ലെങ്ത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കണം. ഇപ്പോൾ 6 ഇഞ്ചാണ് നെക്ക് ലെങ്ത്ത് കൊടുത്തത്. അപ്പോൾ അത് നമ്മളൊന്ന് മൈൻഡിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു നെക്ക് മാർക്ക് ചെയ്തതിലൂടെ ആം ഹോൾ വഴി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. താഴെ വേസ്റ്റ് റൗണ്ടിൻ്റെ ആ ഭാഗം കട്ട് ചെയ്യുന്ന സമയത്ത് 1/2 ഇഞ്ച് ഒന്ന് കയറ്റി ഒന്ന് ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ സൈഡ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ ഉണ്ടാവുമേ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ യോക്ക് പോർഷൻ വരുന്നത്. ഫ്രണ്ട് ഭാഗമാണ് ഇത്. ഈ ഒരു ഷേപ്പിൽ നമുക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കിൽ എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത് കൊണ്ട് ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണമെന്നില്ല. നമ്മൾ ബാക്കിലേക്കുള്ള തുണി എടുക്കുമ്പം ഈ ഒരു പാറ്റേണിൻ്റെ ഡബിൾ വീതി എടുക്കുക. എന്നിട്ട് ആ ഒരു വീതിക്ക് നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സ്ക്വയർ പീസ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് എടുത്തു വെക്കാം. എന്നിട്ട് നമുക്ക് അതിൽ എലാസ്റ്റിക് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ബാക്ക് ഭാഗം റെഡിയാക്കി കൊടുക്കാമേ. അതിനായിട്ട് നമ്മൾ എലാസ്റ്റിക് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള നേരിയൊരു ത്രെഡാണ്. നല്ല എലാസ്റ്റിക് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്ന ഒരു ത്രെഡാണ്. ഇത് നമുക്ക് നമ്മുടെ ബോബിനിലേക്ക് അധികം വലിച്ചൊന്നും കൊടുക്കാണ്ട് നോർമലായിട്ട് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് തന്നെ ചുറ്റി കൊടുക്കാം.
ഏകദേശം ഒരുപാട് ഫുള്ളാവണ്ട, നമ്മുടെ ഒരു കേസിലേക്ക് ഇട്ട് കൊടുക്കാൻ പാകത്തിന് ഇതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേസ് എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു സ്ക്രൂ ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു എലാസ്റ്റിക് ത്രെഡ് അതുവഴി കടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് ജസ്റ്റ് ലൂസാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നോർമലായിട്ട് ബോബിനിട്ട് കൊടുക്കുന്നത് പോലെ തന്നെ ഈ ഒരു കേസിലേക്ക് നമുക്ക് ഇട്ടിട്ട് നൂലൊന്ന് ഇതുപോലെ പുറത്തേക്ക് വലിച്ചെടുക്കാം. ഇനി നമുക്ക് എലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ബാക്ക് വശത്തേക്ക് ഞാൻ എന്താ ഇതുപോലെ നീളത്തിലുള്ള ഒറ്റ പീസാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ യോക്ക് പാർട്ട് കട്ട് ചെയ്തതിൻ്റെ ഡബിൾ വിഡ്ത്തിലാണ് എടുത്തത്. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ലൈനിങ് താഴെ ഭാഗത്ത് വരുന്ന രീതിക്ക് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ ഒരു മുകൾ ഭാഗം ഒന്ന് രണ്ടായിട്ട് മടക്കി തയ്ച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നീട് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ ഈ എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ അത് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുമ്പോഴും കുറച്ച് പാടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഭാഗം രണ്ടായിട്ട് മടക്കി തയ്ച്ചതിന് ശേഷം 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഈ ഒരു എലാസ്റ്റിക് വെച്ചിട്ട് ഇതുപോലെ നീളത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് വലിച്ചു പിടിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇങ്ങനെ നമ്മൾ ഈ ഒരു യോക്ക് ഫുള്ളായിട്ട് 1/4 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പ്രോസസ്സ് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ബാക്കിലേക്കുള്ള പോർഷൻ ഇതുപോലെ ഫുള്ളായിട്ട് എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ നല്ലോണം വലിഞ്ഞ് നിന്നോളൂ. അപ്പോൾ ബാക്ക് വശമൊക്കെ നല്ല ഫ്രണ്ടിലായാലും നല്ല ഷേപ്പിൽ നമുക്ക് നിൽക്കും. പിന്നെ ഞാൻ ഈ മുകളിലത്തെ ഭാഗം ഫിനിഷ് ചെയ്ത് എടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിത് ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ആദ്യം തന്നെ അത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഞാൻ പറഞ്ഞത്. അതവിടെ വെക്കട്ടെ. നമുക്ക് ഫ്രണ്ട് ഭാഗം എടുക്കാം. ഫ്രണ്ട് ഭാഗത്ത് ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ആ ഒരു മുകളിലത്തെ ഷേപ്പിനനുസരിച്ച് ഞാനൊരു ക്യാൻവാസ് സ്ട്രിപ്പ് കട്ട് ചെയ്തിട്ട് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ തുണിയുടെ നല്ല വശത്തേക്കാണ് ഇപ്പോൾ ഈ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്കിത് ഈ ഒരു ഷേപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് സ്ട്രാപ്പും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്തിരുന്നില്ലേ, 4 ഇഞ്ചിൽ ഗ്യാപ്പിലാണ് ഇപ്പം സ്ട്രാപ്പ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് 2 പോയിൻറ്റും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ദാ ഇവിടെ 2 സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് 13 ഇഞ്ചാണ്. നമ്മൾ 6 ഇഞ്ചായിരുന്നു നെക്ക് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡബിള് നമ്മളെടുക്കുമ്പോൾ 12 ഇഞ്ച്, പിന്നെ 1/2 ഇഞ്ച് 2 സൈഡിലും തയ്യൽ തുമ്പ് വീതം വെച്ച് കൊടുക്കാനായിട്ട് 13 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. പറഞ്ഞ് എന്തെല്ലോ തെറ്റിച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ നമ്മളതാ ഈ ഒരു ഗ്യാപ്പിലേക്കായിട്ട് നമ്മുടെ ഈ സ്ട്രാപ്പ് ഒന്ന് താഴേക്ക് ഇറക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതൊന്ന് പിന്നെ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ആം ഹോളും നെക്കും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിക്ക് ചെറിയ കട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉൾവശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ സ്ട്രാപ്പ് പിടിച്ച് വലിച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുമേ. എന്നിട്ട് ഇത് നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബാക്ക് ഫിനിഷ് ചെയ്തത് ഇതുപോലെയാണ്. വേറെ തന്നെ ഒരു തുണി എടുത്തിട്ട് നമ്മൾ ക്രോസ് പീസൊക്കെ വെച്ച് നെക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത് പോലെ അങ്ങനെയാണ് ഞാൻ ഫിനിഷ് ചെയ്തെടുത്തത്. പക്ഷേ അത് ചെയ്യുമ്പം നമുക്ക് ആ നെക്കിൻ്റെ ഭാഗം വെളിഞ്ഞ് കിട്ടൂല. അത് ഞാൻ പിന്നെയാണ് ഓർത്തത്. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ ബാക്ക് നെക്ക് അതൊന്ന് മടക്കി അടിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു സ്ട്രാപ്പ് വെച്ച് കൊടുക്കുക. അതിനായിട്ട് തുണി ഇത് നമുക്ക് ആദ്യം ഒന്ന് മടക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ഒരു ഈ ഒരു സ്ട്രാപ്പ് വെച്ച ആ ഒരു ഗ്യാപ്പ് ഫ്രണ്ടിൻ്റെ ഗ്യാപ്പിനനുസരിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 സൈഡിലുമായിട്ട് നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടണേ.
എനിക്ക് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഏത് രീതിക്കാണ് പറഞ്ഞു തന്നാൽ കുറച്ചും കൂടി മനസ്സിലാവുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ ഇത് വെച്ച് കൊടുക്കുമ്പം തിരിഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സ്ട്രാപ്പായാലും തിരിഞ്ഞ് എന്താ പറയുക, ഇങ്ങനെ നേരെ തന്നെ കിട്ടണം. അത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പിന്നലൊക്കെ ചെയ്തെടുത്തതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ അതാ കണ്ടില്ലേ, അത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ യോക്ക് വേഷൻ്റെ ഏകദേശം പണിയൊക്കെ തീർന്നു. ഇനി നമുക്ക് ഈ സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയുണ്ട്. സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പം നിങ്ങൾ നെക്ക് മറ്റേ ആദ്യം തന്നെ മടക്കി അടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതാണെങ്കിൽ ഫ്രണ്ട് ഭാഗം കറക്റ്റായിട്ട് നമ്മൾ എത്രയാണ് 9.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പം പക്ഷേ കുറച്ച് 1.5 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തായിരുന്നു. കാരണം നമ്മുടെ ആ ഒരു നെക്ക് പോർഷൻ്റെ അവിടെ വലിഞ്ഞ് നിൽക്കാത്തതുകൊണ്ട്, ബാക്ക് വശം വലിഞ്ഞ് നിൽക്കാത്തത് കൊണ്ട് അവിടെ ഒന്ന് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് വശം എലാസ്റ്റിക് വലിഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് കിട്ടിക്കോളും. എന്നിട്ട് നമ്മൾ ആ 2 സൈഡും നമ്മുടെ ഷേപ്പിനനുസരിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ യോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ താഴത്തേക്കുള്ള 3 ലെയറും കൂടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്നത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതാ ഇതുപോലെ, ഇതിപ്പം 4 ഫോൾഡിലാണ് ഉള്ളത്. 4 ഫോൾഡിൽ നമ്മുടെ ഫുൾ ലെങ്ത്തിൽ നിന്ന് യോക്ക് ലെങ്ത്ത് മൈനസ് ചെയ്തതിന് ശേഷം ആ കിട്ടുന്ന തുകേനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഉള്ളത്. എന്നിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 11.5 ഇഞ്ചാണ് ഓരോ ലെയറിൻ്റെയും ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. വിഡ്ത്ത് വന്നിട്ടുള്ളത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ ഡബിളാണ് ഫസ്റ്റ് ലെയറിൻ്റെ വിഡ്ത്ത് വന്നത്. സെക്കൻഡ് ലെയറിൻ്റെ വിഡ്ത്ത് വരുമ്പം വേസ്റ്റ് റൗണ്ട് ഇൻറ്റു 3 ആണ് കൊടുത്തത്. മൂന്നാമത്തെ ലെയർ വരുമ്പം വേസ്റ്റ് റൗണ്ട് ഇൻറ്റു 4 ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് നോർമലായിട്ടുള്ള ഒരു ഫ്ലെയർ മാത്രമേ കിട്ടുള്ളൂ. നല്ല ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ അതിന് കണക്കായിട്ട് നമ്മൾ ആ ലെയറിൻ്റെ വിഡ്ത്ത് കൂട്ടി കൊടുത്താൽ മതി. അപ്പം ഞാൻ എന്താ ഓരോ ലെയേഴ്സിൻ്റെയും 2 സൈഡ് ഭാഗവും പീക്കോ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ലെയറിൻ്റെ അത് പുറത്തേക്ക് വരുന്ന രീതിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് നല്ല റൗണ്ടായിട്ട് തുണിയുടെ ആ ഒരു കോൺട്രാസ്റ്റായിട്ട് നിൽക്കുന്ന കളർ വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഗ്യാദേഴ്സ് പോലെ നമ്മുടെ ആ ഒരു യോക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു ലൂസ് സ്റ്റിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ലൂസ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 സ്റ്റിച്ച് ഇട്ട് കൊടുത്തിനെ. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒറ്റ സ്റ്റിച്ച് തന്നെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിൽ നിന്ന് ഒരു മുകളിലത്തെ ഒരു നൂല് മാത്രം ഇതുപോലെ പിടിച്ച് വലിച്ച് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗ്യാദേഴ്സ് ആയിട്ട് കിട്ടും. അത് ജസ്റ്റ് ഇത് ഫ്ലെയർ കുറവായതുകൊണ്ട് കുറച്ച് ചുരുക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ വരുന്ന രീതിക്ക് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു യോക്കിൻ്റെ നല്ല വശത്തേക്ക് തന്നെ ഇത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ ഒരു വിഡ്ത്ത് കണക്കായിട്ട് കിട്ടുന്ന രീതിക്ക് ഈ ഒരു ഗ്യാദേഴ്സ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാമേ. ഫസ്റ്റ് ലെയർ ഫ്രണ്ട് ഭാഗത്ത് വെച്ച് കൊടുക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ ഗ്യാദേഴ്സ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ആക്കി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ബാക്കിൽ നമുക്ക് എലാസ്റ്റിക് ആണ് വരുന്നത്. അപ്പോൾ ആ എലാസ്റ്റിക് വരുന്ന ഭാഗത്ത് നമുക്കിതിങ്ങനെ വലിച്ച് വെച്ച് കൊടുത്താൽ ഗ്യാദേഴ്സ് ആയിട്ട് തന്നെ വന്നോളും. അപ്പോൾ ഞാൻ എന്താ ഫസ്റ്റ് ലെയർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി സെക്കൻഡ് ലെയർ ഈ ഫസ്റ്റ് ലെയറിൻ്റെ താഴെ ഭാഗത്ത് അതിൻ്റെ മുകളിൽ തന്നെ ആയിട്ട് വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനും ചെറിയ ഗ്യാദേഴ്സ് കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെക്കൻഡ് ലെയറും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫൈനൽ ലുക്ക് കാണിച്ച് തരാൻ. എൻ്റെ ട്രൈപോഡ് ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയേ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വൃത്തിക്കൊരു വീഡിയോ എടുക്കാൻ പറ്റാണ്ടായിപ്പോയത്. ഇത് തന്നെ ഞാൻ എങ്ങനെയൊക്കെയോ എടുത്തതാണ്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ 3 ലെയറും സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പുറത്തേക്കായിട്ട് തന്നെ ഗ്യാദേഴ്സ് വരുന്ന രീതിക്കാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതിന് നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചുരുക്ക് കൊടുക്കാനുണ്ട്. അതിനായിട്ട് നമുക്ക് എലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിങ്ങനെ ഒന്ന് മെഷർ ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ 7.25 വരുന്നത്. അപ്പോൾ 1/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ആ 7.25ൻ്റെ നേർപകുതിയാണ് എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്തായിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇത് ഉൾവശത്തേക്ക്
വെച്ച് കൊടുക്കുക. ഉൾവശം മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് എലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഏറ്റവും നേരിയ എലാസ്റ്റിക് മാത്രം എടുക്കാതെ ഒറ്റ സ്റ്റിച്ചിൽ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി എലാസ്റ്റിക് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് അതിങ്ങനെ നമ്മൾ നേരത്തെ ഗ്യാദേഴ്സ് ചെയ്തെടുത്ത പോലെ വലിച്ച് ആക്കി കൊടുത്താൽ മതി. എലാസ്റ്റിക് വെക്കുമ്പോൾ കുറച്ചും കൂടി നീറ്റായിട്ട് കിട്ടും. അപ്പോൾ അതും കൂടി ചെയ്തെടുത്താൽ നമ്മുടെ ഫ്രോക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ഇതാ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ബാക്കിൽ എലാസ്റ്റിക് ഉള്ളത് കൊണ്ട് ഫ്രണ്ടൊക്കെ നല്ല ഷേപ്പിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നേ. ഈ ഇന്നർ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അങ്ങനെയാണ് വാങ്ങിയത്. 100 സംതിങ് അങ്ങനെ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ലിങ്ക് പറ്റുമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാട്ടാ. അത്യാവശ്യം ഫ്ലെയർ തന്നെ നമുക്ക് ഈ ഫ്രോക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ എലാസ്റ്റിക് ഒക്കെ ഉള്ളതുകൊണ്ട് ഫ്രണ്ടിൽ നെക്കിന് കുറച്ച് ഷേപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതും ഇടുന്നതും ഒക്കെ. എങ്ങനെ ഇട്ടിട്ട് രസമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ബായ്.